ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. മൈൻഡ് കാം ആൻഡ് കൂളാക്കി വയ്ക്കുക. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പോസിറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. Six of Cups, Chariot, King of Cups, World card, Nine of Cups, Eight of Swords, Tower card, Ten of Swords, Wheel of Fortune, Knight of Cups. ഓക്കെ, ബോട്ടം ഓഫ് ഡെക്കിൽ നമുക്ക് 8 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് കാർഡിൽ തന്നെ നമുക്ക് 6 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ പാസ്റ്റിലുള്ള കാര്യങ്ങൾ ഒരുപാട് ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാസ്റ്റിലുള്ള നമ്മളുടെ ഏതെങ്കിലും ഫ്രണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ആളാവ് ഏതെങ്കിലും ഒരാളെ നമ്മൾ ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഒരു റീയൂണിയന് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പാസ്റ്റിലെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിൽ നമ്മൾ ഒരുപാട് ഇതാക്കുന്ന കാര്യത്തിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൽ നിന്ന് ഹീൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജാണ്. സെക്കൻഡ് ചാരിറ്റ് കാർഡാണ്. സോ ചാരിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ചാലഞ്ചസ് ഇപ്പോൾ കറൻ്റ്ലി ഫേസ് ചെയ്യുന്നുണ്ടാകും. സോ അതിനെ നമ്മൾ ഒരു കൺട്രോൾഡ് മൈൻഡിലൂടെയും ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വേയിൽ നമ്മളതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാകും, അതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്ക് സക്സസ് ഉണ്ടാകുമെന്നുള്ളതാണ്. നമുക്ക് വരുന്ന ചാലഞ്ചസിനെ നമ്മൾ ഭയക്കുകയും അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതൊരു വലിയൊരു ബേർഡനായിട്ട് മാറും. മറിച്ച് നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യാം എന്നുള്ളത് ആലോചിച്ച് ധൈര്യപൂർവ്വം അതിന് സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ധൈര്യമായി നിങ്ങൾ മുന്നോട്ട് പൊക്കോളൂ എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു കാർഡിലുള്ളത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് നമ്മളൊരു ഇമോഷണൽ ബാലൻസ് ഉണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് മെൻ്റലി ഡൗൺ ആകുന്ന കാര്യങ്ങളുണ്ടാകും. സോ അതിനെയൊക്കെ നമ്മളൊന്ന് ബാലൻസിലോട്ട് കൊണ്ടുവരും. സോ മെച്യൂർ ആയിട്ടുള്ളൊരു ഡിസിഷൻസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഒരു മെച്യൂർ പേഴ്സണെ പോലെ നമുക്ക് ആകാൻ പറ്റും. അപ്പോൾ ഇമോഷണൽ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ലൈഫിലെ ചാലഞ്ചസിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമുക്ക് വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ ആ ഒരു സ്പിരിച്വൽ ലെസൺസിൽ നമ്മളൊരു എൻഡ് സ്റ്റേജിൽ, അല്ലെങ്കിൽ ഒരു സൈക്കിളിൻ്റെ ഒരു കംപ്ലീഷനിൽ എത്തിയിട്ടുണ്ട്. എന്തോ ഒരു ബിഗ് അച്ചീവ്മെൻറ്റ്, അല്ലെങ്കിൽ എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഏത് ഇതിലാണെന്ന് അറിയത്തില്ല. മേ ബി ഒരു കരിയറിലാവാം, റിലേഷൻഷിപ്പിലാവാം, നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് വെയിറ്റ് ചെയ്ത് അതിനൊരു പോസിറ്റീവ് റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പി ആവുന്ന ഒരു ന്യൂസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. സോ അതും സെയിം ആ ഒരു പോസിറ്റീവ് കാർഡ് തന്നെയാണ്. നമ്മൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്തത്, സോ അത് റിയൽ ആവാൻ പോകുന്നു, അല്ലെങ്കിൽ റിയാലിറ്റിയിലോട്ട് നമ്മുടെ ഡ്രീംസൊക്കെ ആകാൻ പോകുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സ് നമ്മളെ ശരിക്കും ബ്ലെസ് ചെയ്തു എന്നൊരു ഫീല് നമുക്ക് തോന്നും. സോ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു സംഭവം, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നുള്ളൊരു സിഗ്നൽ ആണ്, അല്ലെങ്കിൽ ഒരു സൈനാണിത്. ആൻഡ് നെക്സ്റ്റ് 8 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. സോ ഇത്രയും പോസിറ്റിവിറ്റി പറഞ്ഞെങ്കിലും നമ്മൾ മൈൻഡിൽ ആ ഒരു ഓവർ തിങ്കിങ്ങും സ്ട്രെസ്സും ഇതൊക്കെ കാരണം തന്നെ നമ്മളെ സ്വയം സെൽഫ് ലിമിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ട് പോകുന്നുണ്ട്. സോ അതിൽ നിന്നൊക്കെ നമ്മൾ
കടന്ന് വരണം, അല്ലെങ്കിൽ നമ്മൾ സ്വയം പരിമിതപ്പെടുന്നുണ്ട്. സോ അതിൽ നിന്നൊക്കെ പുറത്ത് വരണം. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സക്സസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ അടുത്തേക്ക് എത്താത്തത് നമ്മളുടെ പ്രോബ്ലം ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഹാപ്പി ന്യൂസ് അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻ്റ് തന്നെ നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ഡിലേ ആവാനുള്ള റീസൺ നിങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ടവർ കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു ചേഞ്ച് വരാൻ പോകുന്നു. അത് ചിലപ്പോൾ നിങ്ങൾക്ക് പെയിൻഫുൾ ആയിരിക്കാം, പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതൊരു ഹാപ്പി ആയിരിക്കാം. പെയിൻഫുൾ ആയാലും ഹാപ്പി ആയാലും അതിനൊരു കംപ്ലീഷൻ വരുന്ന, അതിനൊരു എൻഡ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാത്തിൻ്റെ ഒരു അവസാനമല്ല. ഒന്ന് അവസാനിച്ചാലേ നമുക്ക് മറ്റൊന്ന് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ എന്തോ ഒന്നിൻ്റെ തുടക്കം പോലെയാണ് ആ ഒരു ചേഞ്ച് നമ്മളെ ലൈഫിലേക്ക് വരുന്നത്. സോ അതിന് തൊട്ടിപ്പുറത്തായിട്ട് തന്നെ നമുക്ക് 10 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. സോ അത് നമുക്ക് നേരത്തെ കണ്ട ഒരു ടവർ കാർഡ് അതൊരു പെയിൻഫുൾ സൈക്കിളിൻ്റെ എൻഡ് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ അത് അവസാനിച്ചു എന്ന് പറഞ്ഞ് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് മാത്രം ഓർത്ത് വിഷമിച്ചിരിക്കാണ്ട് നിങ്ങൾ അതിൽ നിന്ന് ഹീലായി നിങ്ങൾ മൂവ് ഓൺ ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം അത് ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ അവസാനിക്കുന്നത് നിങ്ങൾക്കുള്ളൊരു പുതിയ തുടക്കത്തിനുള്ള ഒരുക്കമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് നെക്സ്റ്റ് നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. സോ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞില്ലേ, സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഗുഡ് ചേഞ്ച് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ചേഞ്ചാണ് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു ടേണിംഗ് പോയിൻറ്റ്, നിങ്ങളുടെ ലൈഫിലൊരു ടേണിംഗ് പോയിൻറ്റ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് നമ്മൾ ആ ഒരു ഇമോഷണലി സ്റ്റേബിളായിട്ട് നിൽക്കണം. ഇത്രയും പറഞ്ഞതിൽ നമുക്ക് മനസ്സിലായി എന്തോ ഒരു സംഭവം അല്ലെങ്കിൽ എന്തോ ഒരു ബിഗ് തിങ് നമ്മളുടെ ലൈഫിലേക്ക് നടക്കാൻ പോകുന്നു, പക്ഷേ എന്തിൻ്റെ ഒരു പെയിൻഫുൾ എൻഡിങ്ങും പറഞ്ഞു. സോ അതിൽ നമ്മൾ ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ നമ്മളുടെ ഇമോഷൻസിനെ നമ്മൾ പിടിച്ചു വെക്കണം. നമ്മൾ ഒരുപാട് ഡൗൺ ആയി പോകരുത്. ലൈഫ് എന്ന് പറയുന്നത് അപ്സും ഡൗൺസും ഉള്ളതാണ്. സോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അപ്സിൽ മാത്രമാണ്. സോ അത് ഇമോഷനെ സ്റ്റേബിളാക്കി കൺട്രോൾ ചെയ്യണം എന്നൊരു മെസ്സേജാണ് നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നത്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് 8 ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പെയിൻഫുൾ എൻഡിങ് എന്ന് പറഞ്ഞില്ലേ, സോ അതിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യാണ്ട് ആ ഒരു ഇമോഷണൽ ബേർഡൻസൊക്കെ അവിടെ വെച്ചിട്ട് നിങ്ങൾ അതിൽ നിന്ന് മാറിപ്പോകുന്നു എന്നൊരു മെസ്സേജാണ് നമുക്ക് ആ ഒരു ലാസ്റ്റ് ഇതിൽ കിട്ടിയത്. സോ അങ്ങനെ നിങ്ങൾ പോകണമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അച്ചീവ്മെൻറ്റ് നേടാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ഓവറോൾ റീഡിങ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഇമോഷണൽ ഹീലിങ്ങും അതുപോലെ തന്നെ പാസ്റ്റിലുള്ള എന്തോ ഒരു റീകണക്ഷനും കാണുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു സക്സസ് അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു സന്തോഷം നിറയ്ക്കാനുള്ള ഒരു അവസരമൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു നടക്കാൻ പോകുന്ന ചേഞ്ചസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യണം, അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യണം, അതിൽ നിന്നൊക്കെ പുറത്ത് വരണം. നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ നിന്ന് മനസ്സിലാവുന്നത്. ബ്ലെസ്സിങ്സ് ആർ ഓൺ ദെയർ വേ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് എന്തെങ്കിലും ക്ലൂസ് ഉണ്ടോ എന്ന് നോക്കാം. C 12 December 3 27 January 30 few months 24 E Friday Y
ജൂലൈ, trust, past relationships, you, 29, T, trust issues, Monday, 8, be honest, 19, W, 21, this year, yes, healing time, August, June, H, F, O, external influence, growth, M. സോ ഇത്രയും ക്ലൂസാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആൻഡ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഇതുപോലുള്ള വീഡിയോസിനായി നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.